പരിശുദ്ധ ദൈവമാതാവിനോടും ഈശോയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എൻ്റെ പേര് ശില്പ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജസ്റ്റിൻ. ഞങ്ങൾ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഡെൻറ്റിസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 2021 അന്ന് പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഞങ്ങൾ അനുസരിച്ചിരുന്നില്ല. അതായത് കൃത്യമായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം, അങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ, ഇതെല്ലാം ചെറുതായിട്ടൊക്കെ ഒന്ന് ഞങ്ങൾ ഉഴപ്പി. അപ്പോൾ അങ്ങനെ ആ ഉടമ്പടിയുടെ ഒരു കാലാവധി തീർന്നു. പിന്നീട് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് 2023 സെപ്റ്റംബറിലാണ്. അപ്പോൾ ഇത്തവണ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ മനസ്സുകൊണ്ട് തന്നെ തീരുമാനം എടുത്തു, ഇപ്രാവശ്യം എല്ലാം കറക്റ്റായിട്ട് തന്നെ ഞങ്ങൾ പാലിക്കും, അതിനൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവത്തില്ല. അപ്പോൾ ആ ഒരു ഇതിലൂടെ ഞങ്ങളത് ഉടമ്പടി എടുത്തു. അപ്പോൾ അതിനകത്ത് വെച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡെൻറ്റിസ്റ്റുകളായതുകൊണ്ട് തന്നെ UK ഡെൻ്റൽ തെറാപ്പിസ്റ്റ് ഒരു കോഴ്സുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ഓൺലൈനിൽ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ കോഴ്സ് എടുത്തു. ഭാഗ്യവശാൽ 2023 മാർച്ച് ആയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ കിട്ടി. പക്ഷേ ഹസ്ബൻഡിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ അവിടുന്ന് യാതൊരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഓഗസ്റ്റ് മാസം 2023 ആയപ്പോഴത്തേക്കും അവിടുന്ന് ഒരു മെയിൽ വന്നു, ഹസ്ബൻഡിൻ്റെ രജിസ്ട്രേഷൻ റിജക്റ്റഡ് ആയി, അപ്പോൾ ഇനി നിങ്ങളിത് പ്രൊസീഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മെയിൽ വന്നു. ഞങ്ങൾ ആകെപ്പോടെ ഷോക്കായി പോയി. കാരണം ഒരാളുടെ രജിസ്ട്രേഷൻ മാത്രം കിട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം 2 പേർക്കും അവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പേർക്കും രജിസ്ട്രേഷൻ വേണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉടമ്പടി പുതുക്കുമ്പോൾ ഈ ഒരു നിയോഗം അതിൽ വെക്കണം എന്ന്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി പുതുക്കാനായിട്ട് സെപ്റ്റംബർ 2023 അടുത്ത മാസം തന്നെ, ഈ റിജക്റ്റഡ് ആയതിൻ്റെ അടുത്ത മാസം തന്നെ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞ് നമുക്ക് പത്രമൊക്കെ കിട്ടി. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡിന് പൊതുവെ പത്രം കൊടുക്കാൻ മാത്രം ഇച്ചിരി മടിയുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും, പത്രം കൊടുക്കാൻ മാത്രം ഇച്ചിരി മടിയുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇന്ന് ഈ 3 കെട്ട് പത്രത്തിൽ 1 കെട്ട് പത്രമെങ്കിലും നമ്മളിത് കൊടുത്ത് തീർത്തിട്ട് വീട്ടിൽ കയറുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ റിജക്റ്റഡ് ആണ് എന്ന് കേട്ട ഈ മെയിൽ ശരിക്കും ആക്സെപ്റ്റഡ് ആകും എന്ന് ഞാൻ പറഞ്ഞു. ഇത് പറയുമ്പോൾ എനിക്ക് തന്നെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം അവിടെ ജനറൽ ഡെൻ്റൽ കൗൺസിൽ UK ഒരിക്കലും റിജക്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പിന്നെ അവർ എടുക്കില്ല. നമ്മൾ പ്രത്യേകിച്ച് അപ്പീലും ഒന്നും കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിലും ഇത് എടുക്കത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അടുത്ത്, പുള്ളിയുടെ മടിയൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും പത്രമൊക്കെ കൊടുത്ത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് 2 കെട്ട് പത്രം അങ്ങനെ തീർന്നു. അപ്പോൾ വീട്ടിൽ ചെന്ന് ഒരു 4:30, ഞങ്ങളൊരു 12 മണിയോടുകൂടി വീട്ടിലെത്തി. ഒരു 4:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു മെയിൽ വന്നു, നിങ്ങളുടെ റിജക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതായത് നിങ്ങൾക്ക് ഗ്രാൻറ്റഡ് ആയിരിക്കുന്നു. അതായത് ഈ ആപ്ലിക്കേഷൻ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി എന്ന് പറഞ്ഞ തരത്തിലായി. ഞങ്ങൾ ഭയങ്കര സർപ്രൈസ്ഡായി. ഇതൊരു മിറക്കിളായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. കാരണം ഒരിക്കലും UK ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഈ ഡെൻ്റൽ തെറാപ്പിസ്റ്റിൻ്റെ കോഴ്സ് എടുത്ത ഈ ഏജൻസിക്ക് ഞങ്ങൾ കുറച്ച് തുക കൊടുത്തിരുന്നു. കാരണം അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ജോബ് അവിടെ ഏർപ്പെടുത്തി തരുമെന്ന്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ക്യാൻസലായി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടപ്പോൾ ഇനി ആ ജോബിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ആ ഏജൻസിയുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ആ തുക ഒന്ന് തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് തരാൻ മടിയായിരുന്നു. അപ്പോൾ അവരത് തരില്ല എന്ന് നമുക്ക് തോന്നിയപ്പോൾ പിന്നെയും ടെൻഷനായി. അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നും പറയാതെ തന്നെ പിന്നീട് അവരത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നു. ഈ ഒരു എമൗണ്ടും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. പിന്നെ ഈ രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ അറിയാലോ അടുത്തത് നമ്മൾ ജോലിക്കാണ് നോക്കുന്നത്. അപ്പോൾ ഈ ജോലിക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ഹസ്ബൻഡിന് പുറത്ത് UK ഒരു ജോലി കിട്ടണം. അപ്പോൾ എനിക്കെന്തായാലും ആ പുറകെ ഡിപ്പെൻഡൻ്റ് ആയിട്ടൊക്കെ പോകാമല്ലോ. പക്ഷെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ലായിരിക്കും ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകുമ്പം. അപ്പോൾ അതറിയാം. അപ്പോൾ UK ഹസ്ബൻഡിന് കിട്ടണമെന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ഞങ്ങൾ ഡേറ്റ് വെച്ചാണ് പ്രാർത്ഥിച്ചത്. ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമാണ് ഞങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചത്. അപ്പം അന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഡിസംബർ 5 ആയപ്പോഴത്തേക്കും ഒരു ഓഫർ ഹസ്ബൻഡിന് വന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആ ഓഫറൊക്കെ വന്ന് അവരുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വൈഫ് എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോൾ വൈഫും ഇങ്ങനെ ഡെൻ്റൽ തെറാപ്പിസ്റ്റ് ആണ്, അവിടുത്തെ രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഞങ്ങൾ ഫുൾ ടൈം ആയിട്ട് അവിടെ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ജോലി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കുള്ള ജോലിയാണ് മാതാവിൻ്റെ അടുത്ത് ചോദിച്ചത്. പക്ഷേ മാതാവ് ഒരേ സ്ഥലത്ത് ഒരുപോലെ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി തന്നു. അപ്പോൾ ഇതിന് ഈ കാര്യം നടക്കുന്നതിന് ഒരു മാസം മുന്നേ അച്ഛൻ്റെ ഒരു ടോക്കിൻ്റെ അകത്ത്
അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഒരു ചേച്ചി വീട് പണിയാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ ആ ചേച്ചീനെ കാണാനായിട്ട് ആ ചേച്ചി പള്ളി പോയപ്പോഴത്തേക്കും ഒരു ബക്കറ്റ്, സിമൻറ്റ് ബക്കറ്റുമായിട്ടൊക്കെ ഒരു അമ്മച്ചി അവിടെ വന്നു. എന്നിട്ട് ആ ചേച്ചീനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഈ വീട് പണിക്ക് ആരംഭിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കേട്ടപ്പോൾ ഞാനിങ്ങനെ അന്നേരം എൻ്റെ മനസ്സിൽ പറഞ്ഞു, അപ്പോൾ ആ ചേച്ചീനെ വീട് പണിയാൻ ആഗ്രഹിച്ചപ്പം ആ ചേച്ചീനെ കാണാൻ മാതാവ് ഒരു സിമൻറ്റ് ബക്കറ്റൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്നെ കാണാൻ മാതാവ് ഞാൻ പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് വലിയൊരു ബാഗുമായിട്ട് വരുമായിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു. പക്ഷേ അത് നടക്കുമൊന്നുമില്ല എന്ന് എനിക്കറിയാം. എന്നെ കാണാൻ മാതാവ് ബാഗുമായിട്ട് വരുമൊന്നുമില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ക്ലിനിക്കിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചോറുണ്ണാനായിട്ട് എത്തിയപ്പോഴത്തേക്കും പപ്പയും അമ്മയും പറഞ്ഞു ഞങ്ങൾ ഒരു ആവശ്യത്തിന് പുറത്ത് പോവുകയാണെന്ന്. അപ്പോൾ അവർ പുറത്ത് പോയ ഉടനെ ഒരാൾ വന്ന് ബെല്ലടിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ബെല്ലടിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് തുറക്കാറില്ല, കാരണം പപ്പയും അമ്മയൊക്കെയാണ് തുറക്കാറ്. അപ്പോൾ ആരും ഇല്ലാത്തതിനെ തുടർന്ന് ഞാൻ അവിടെ വന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി, ആ ചേച്ചി പറഞ്ഞു പുൽത്തൈലം വിൽക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ആ ചേച്ചിനെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ചുമ്മാ കരയാൻ തോന്നുക. അപ്പോൾ ഞാനിങ്ങനെ ആ ചേച്ചിയുടെ അടുത്തേക്ക് സംസാരിച്ചു. അപ്പോൾ ആ ചേച്ചിനോട് ചോദിച്ചു, മോളെ ഉടമ്പടി എടുത്തതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തതാണല്ലോ എന്ന് പറഞ്ഞു. പുതുക്കിയായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പുതുക്കുകയും ചെയ്തു. എന്നിട്ട് എന്താ സാക്ഷ്യം പറയാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാക്ഷ്യം പറഞ്ഞില്ല, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ നടന്നിട്ട് ഒരുമിച്ച് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെയല്ല, നടന്നത് പറ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ചേച്ചി ഇതൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ പോയി. പിന്നെ ഞാൻ ഈ ചേച്ചി വന്ന കാര്യം ഞാൻ ഹസ്ബൻഡിനെ ഇങ്ങനെ വിളിച്ച് പറയാം. സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഹസ്ബൻഡിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഒരു ചേച്ചി വന്നായിരുന്നു ഇങ്ങനെ പുൽത്തൈലമൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്. ആ ചേച്ചി ഒരു വലിയ ബാഗൊക്കെ ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ അന്നേരമാണ് ശ്രദ്ധിക്കുന്നത്, ഞാൻ തന്നെ പറയുകയാണ് ഒരു വലിയ ബാഗുമായിട്ടാണ് വന്നതെന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് 2 ദിവസം മുന്നേ ഞാനിങ്ങനെ പറയുമായിരുന്നു മാതാവ് എന്നെ കാണാൻ വലിയ ബാഗുമായിട്ട് വരുമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജോലി ഉടനെ കിട്ടും, കാരണം വലിയ ബാഗുമായിട്ട് മാതാവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അതിനിപ്പുറമാണ് ഞങ്ങൾക്കിങ്ങനെ 2 പേർക്കും കൂടി ഒരു ജോബ് ഓഫർ ഇപ്പം വന്നേക്കുന്നത്. അത് മിനിങ്ങാന്നാണ് വന്നത്. ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന്, മാതാവിൻ്റെ സന്നിധിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അടുത്ത കാര്യം, ഞങ്ങളുടെ കുഞ്ഞിന് ജനിച്ചപ്പോൾ തന്നെ കോളിക്കായിരുന്നു, അതായത് കുറച്ച് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പാല് കുടിച്ചാൽ അത് ഛർദ്ദിക്കും, എന്തെങ്കിലും ഭക്ഷണം കൊടുത്താലും അത് ഛർദ്ദിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 2 വയസ്സിന് ശേഷം ഇവന് ചെറിയൊരു അലർജി രോഗം തുടങ്ങി. അതായത് ഫുഡ് അലർജി എന്തോ ആണ്, പക്ഷെ അത് എന്ത് ഫുഡ് ഐറ്റം ആണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാലിൽ മാത്രമേ ഉള്ളൂ അതിങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു വരും എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ്സ് നിർത്തി നോക്കി, പാല് നിർത്തി നോക്കി, അങ്ങനെ പല കാര്യങ്ങളും, മുട്ട നിർത്തി നോക്കി, പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു അലോപ്പതി, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അലോപ്പതി ഡോക്ടറിനെ കാണാൻ പോയി. മരുന്ന് തന്നു, 2 കോഴ്സ് എടുത്തു. ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും ഇത് കുറയും, പക്ഷേ ട്രീറ്റ്മെൻറ്റ് എപ്പോഴാണോ തീരുന്നത് അപ്പം തന്നെ ഇത് പിന്നെയും തുടങ്ങും. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്തത് ഹോമിയോപ്പതിയിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ നല്ല ക്യൂർ ആയിരിക്കുമെന്ന്. അങ്ങനെ ചെന്നു, 2 ഡോസ് മരുന്ന് നമ്മൾ അവിടെ കഴിച്ചു. എന്നിട്ടും മരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പിന്നെയും തുടങ്ങും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മരുന്നിനെ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ മാതാവിൻ്റെ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവൻ്റെ കാലിൽ അങ്ങനെ ഒരു ചെറിയ പാടുണ്ടെന്നല്ലാണ്ട് മാത്രമല്ല, കാരണം അതിന് ഞാൻ പുറകെ അത് തേക്കുമ്പോൾ, തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും മാറും. ഇപ്പോൾ ഒരു പാട് മാത്രമേ ഉള്ളൂ, ചൊറിച്ചിലോ ചുമന്ന നിറമോ ഒന്നുമില്ല. അപ്പോൾ അതും പിന്നെ ഈ പറഞ്ഞ ദഹന പ്രശ്നങ്ങൾ, ഞാൻ അവന് ഭക്ഷണം കൊടുക്കുമ്പോൾ മാതാവിൻ്റെ ഉപ്പിട്ടിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് മാതാവിൻ്റെ ഉപ്പ് ഭക്ഷണത്തിൽ കലർത്തിയിട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അതും മാറിക്കിട്ടി. പിന്നെ എൻ്റെ പേരൻസിന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നടുവേദനയും ഷുഗറും ഒക്കെ ഉണ്ടായിരുന്നു. 400-ന് മേളിലൊക്കെ ആയിരുന്നു എൻ്റെ പപ്പയുടെ ഷുഗർ. അപ്പോൾ പപ്പ എന്ത് ചെയ്താലും മരുന്ന് കഴിക്കത്തില്ല, നമ്മൾ എത്ര പറഞ്ഞാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്തു. അതിനുശേഷം പപ്പ മരുന്ന് കഴിക്കാനെങ്കിലും ഒരു ഇത് കാണിച്ചു. അപ്പോൾ അത് കാണിച്ചതോടെ ഇപ്പോൾ ഷുഗർ കൺട്രോൾഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ ഹാപ്പിയാണ് പപ്പയുടെ കാര്യത്തിൽ. പിന്നെ ഞങ്ങൾ 2021 ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു 6 വർഷമായിട്ട് കല്യാണം ആലോചിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഹിന്ദു കുട്ടിയാണ്, 6 വർഷമായിട്ട് കല്യാണം ആലോചിച്ചിട്ട് ഇപ്പം ആ ഒരു സമയത്ത് 2021 ഒരു 31 വയസ്സായിരുന്നു. അപ്പോൾ കല്യാണം നടക്കാത്തതുകൊണ്ട് വീട്ടുകാരും കുട്ടിയും ഒക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം നടക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കല്യാണമൊന്നും ആവാതിരുന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി, അവരുടെ വിഷമം കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാനൊരു ഉടമ്പടി എടുക്കാം, അപ്പോൾ എല്ലാം നടക്കും.
എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ഉടമ്പടി എടുത്തു. പക്ഷേ 2021 ഉടമ്പടി ഞാൻ ചെറുതായിട്ട് ഉഴപ്പിയെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അത് ഒരു കല്യാണം അന്ന് ഉറച്ചായിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ. പക്ഷേ ആ കല്യാണം മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇനി ഞാനെങ്ങാനും ഉഴപ്പിയത് കൊണ്ടാണോ ഈ കല്യാണം, ഉറപ്പിച്ച് വെച്ചിരുന്ന കല്യാണം എൻഗേജ്മെൻറ്റ് വരെ എത്തിയായിരുന്നു, അതുവരെ മുടങ്ങിപ്പോയെന്ന് ഓർത്തിട്ട് എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം ഈ 2023 ഈ എടുക്കുന്ന ഉടമ്പടി കൃത്യമായിരിക്കും എന്ന്. അങ്ങനെ കൃത്യമായിട്ട് ഉടമ്പടി പാലിച്ചതിൻ്റെ ഭാഗമായി ഉടമ്പടി എടുത്തതിൻ്റെ കൃത്യം 1 മാസത്തിന് ശേഷം ആ കുട്ടിയുടെ വിവാഹവും നടന്നു. പറ്റിയൊരു പയ്യനെ തന്നെ മാതാവ് കുട്ടിക്കായി കണ്ടെത്തി കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഹെയർ ഫോളിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ടെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെയർ ഫോളിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, അതൊന്ന് കുറച്ച് തരണേ മാതാവേന്ന്. അതും ഇപ്പോൾ മാറി കിട്ടിയിട്ടുണ്ട്, 2 പേർക്കും മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് എന്ത് മാറ്റങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ കൃത്യമായിട്ട് കുമ്പസാരിക്കുന്ന ഒരാളല്ലായിരുന്നു. വർഷത്തിൽ ചിലപ്പോൾ ഒരു 3 പ്രാവശ്യമൊക്കെ കുമ്പസാരിക്കും. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കൃത്യമായിട്ട് ഞാൻ കുമ്പസാരിക്കും. അതുപോലെ തന്നെ ബൈബിള് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ, ഒരു ടെൻഷൻ വരുമ്പോഴൊക്കെയാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു അരമണിക്കൂറിന് മേളിൽ ഞാനത് വായിക്കാനായിട്ട് നോക്കും. പിന്നെ എനിക്ക് വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഡെൻറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ ക്ലിനിക്കിൽ ഇതുപോലെ പേഷ്യൻസ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഓരോ പേഷ്യൻസിനെ തീർക്കണം, അവിടെ തിരക്ക് പെട്ടെന്ന് മാറ്റണം എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പോൾ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരു ഡെൻ്റൽ സർജിക്കൽ, ഒരു എക്സ്ട്രാക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ വരുമ്പോൾ ഞാൻ ആദ്യം പേഷ്യൻറ്റിന് ഈ ഇഞ്ചക്ഷൻ കൊടുത്ത് മരവിപ്പിക്കാൻ ഇരുത്തുമല്ലോ, ആ ഒരു സമയത്ത് ഞാൻ എല്ലാ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടും ഒരു വിശ്വാസ പ്രമാണവും ഒരു 7 സ്വർഗസ്ഥനായും 7 നന്മ നിറഞ്ഞ മറിയും കൃത്യമായിട്ട് ചൊല്ലിയിരിക്കും. അപ്പോൾ അത് ചൊല്ലിയിട്ട് ഇങ്ങനെ ഒരു എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും, ഇങ്ങനെ ഒരു പല്ലെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പേഷ്യൻറ്റിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസം കാണാം. നമ്മൾ യേശുവിൻ്റെ നാമത്തിലാണല്ലോ ഇപ്പോൾ ആ ഒരു പ്രൊസീജിയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ ഒരു വ്യത്യാസം എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും എനിക്ക് കൊണ്ടുവരാൻ പറ്റി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു വയ്യാത്ത പിള്ളേരുടെ സ്പെഷ്യൽ ചിൽഡ്രൻ്റെ ഒരു സ്കൂളുണ്ട്. അവിടെ ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കൊടുക്കാനും പിന്നെ രോഗികളെ സന്ദർശിക്കാനും സഹായിക്കാനും ഒക്കെ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള വ്യത്യാസങ്ങളും.